ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രോസസ് അക്കൗണ്ടുകൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. ഇതിൽ നമ്മൾ WIP വാല്യുവേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്, വർക്ക് ഇൻ പ്രോസസ് എന്നോ അല്ലെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്നോ ഒക്കെയാണ് ഇതിനെന്ത് ചെയ്യാറുള്ളത്, പറയാറുള്ളത്. അതിനെ WIP രണ്ട് മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ഫിഫോ മെത്തേഡും ലിഫോ മെത്തേഡും ചെയ്യാൻ പറ്റും. ഫിഫോ മെത്തേഡും വെയ്റ്റഡ് ആവറേജ് മെത്തേഡും ചെയ്യാൻ പറ്റും. എന്താ ലിഫോ ചെയ്യാത്തത്? ലിഫോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 പ്രകാരം അലോ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് നോർമലി വർക്ക് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ഫിഫോ മെത്തേഡ് അനുസരിച്ച് WIP യുടെ വാല്യുവേഷൻ എങ്ങനെയാന്നുള്ളത്. WIP എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോസസ്സ്, അതിന്റെ ഓരോ പീരീഡിലും നമ്മൾ പ്രോസസ്സിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അപ്പൊ ലാസ്റ്റ് ഡേയിൽ മുഴുവൻ കംപ്ലീറ്റ് ആകാത്ത പ്രോഡക്റ്റുകൾ ഉണ്ടാവും, ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ടുണ്ടാവില്ല. അതിന് എങ്ങനെ വാല്യൂ ചെയ്യും എന്നുള്ളതാണ്. അതിനെ വാല്യൂ ചെയ്യാൻ ശരിക്കും എന്ത് മതി? മെറ്റീരിയലിന് എത്ര കോസ്റ്റ് വന്നു, ലേബർ കോസ്റ്റ് എത്ര വന്നു, ഇങ്ങനെ ചെയ്താൽ മതി. പക്ഷെ അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. അതുകൊണ്ട് തന്നെ നിലവിൽ എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയി എന്ന് നോക്കിയതിന് ഒരു എസ്റ്റിമേറ്റ് എടുക്കുക, ഒരു വാല്യൂർ വന്നിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുക. അപ്പൊ ഒരു 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഈക്വൽ 100 യൂണിറ്റ് പ്രോസസ്സിൽ ഇട്ടിട്ടുണ്ട്, പക്ഷെ ആ 100 യൂണിറ്റ് ചിലപ്പോ ഫുള്ളി പ്രോസസ്ഡ് ആയിട്ടില്ലല്ലോ. അപ്പൊ അതിന് നമുക്ക് ഈക്വലന്റ് ആയിട്ട് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തത് ആയിട്ട് കണക്കാക്കാൻ പറ്റും, നോക്കാൻ പറ്റും. 100 യൂണിറ്റിനെ അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു 40 യൂണിറ്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു കോസ്റ്റും മറ്റും അതിനായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ 100 യൂണിറ്റിനെ 40 യൂണിറ്റിന്റെ ഒരു മേനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്കാക്കാൻ പറ്റും. ആ രീതിയിൽ നമുക്ക് ഈക്വലന്റ് യൂണിറ്റ് കണ്ടിട്ടാണ് ഈ ഒരു കാൽക്കുലേഷൻ നടത്തുക. നമുക്ക് എന്തായാലും ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന രീതിയിൽ ഒരു എക്സാമ്പിൾ നോക്കാം. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു അക്കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 സ്റ്റേറ്റ്മെന്റുകൾ നിർബന്ധമാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ പേര് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വലന്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അപ്പോർഷൻമെന്റ് ഓഫ് കോസ്റ്റ്. മൂന്നാമത്തത് പ്രോസസ് അക്കൗണ്ട്. എന്നിങ്ങനെ 3 രീതിയിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം നമുക്ക് ഈക്വലന്റ് യൂണിറ്റ് കാണണം, പിന്നെ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടിട്ട് ഓരോ കോസ്റ്റ് കോമ്പണന്റിന്റെയും കോസ്റ്റ് എത്രയെന്ന് മനസ്സിലാക്കണം. ലാസ്റ്റ് പ്രോസസ് അക്കൗണ്ട് ഉണ്ടാക്കണം. ഇതാണ് രീതി. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഓഗസ്റ്റില് 200 യൂണിറ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് 200 യൂണിറ്റ് ഉണ്ട്. ഒരു യൂണിറ്റിന് 4 രൂപ. അതായത് 4 രൂപ ചെലവാക്കി ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ ഇപ്പൊ നിലവിൽ എത്രയുണ്ട്? 800 രൂപയുടെ കോസ്റ്റ് അതിന് വന്നിട്ടുണ്ട്. ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് ഡിഗ്രി ഓഫ് കംപ്ലീഷൻ എത്ര കംപ്ലീറ്റ് ആയിട്ടുണ്ട്? മെറ്റീരിയൽ പാർട്ടിൽ 100% ആ കോസ്റ്റ് അതിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ലേബറും ഓവർഹെഡും അതിന്റെ 40% കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അതായത് കഴിഞ്ഞ വർഷം എടുക്കുമ്പോൾ ഈ 200 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ മെറ്റീരിയൽ ആസ്പെക്റ്റിൽ 200 എന്ത് ചെയ്തിട്ടുണ്ട്? ചെലവാക്കിയിട്ടുണ്ട്. എന്നാൽ ലേബറും ഓവർഹെഡും 40% കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. അതായത് ഈ 800 രൂപ എന്ന് പറയുന്നത് ഇത്രയും ഏരിയക്ക് വന്നിട്ടുള്ളതാണ്. ഇനി നമുക്ക് ലേബറും ഓവർഹെഡും കൂടെ 60% സെപ്പറേറ്റ് എന്ത് ചെയ്യാനുണ്ട്? ഇനി ഈ വർഷം നമുക്ക് പ്രോസസ്സിൽ ചെയ്യാനുണ്ട്. ഈ വർഷം ചെയ്യാനുണ്ട്. അതെത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ 800ഉം അതുപോലെ തന്നെ ഈ വർഷം വരുന്ന ചെലവും കൂടെ കൂടുന്നതാണ് ഈ ഓപ്പണിംഗ് WIPയിലുള്ള കോസ്റ്റ് എന്ന് പറയുന്നത്. അത് ഈ വർഷത്തെ കോസ്റ്റ് സെപ്പറേറ്റ് കാണണം. കഴിഞ്ഞ വർഷത്തെ 800 ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാക്കി ഡാറ്റ
ഈ വർഷം പുതുതായിട്ട് മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1050 യൂണിറ്റ് ആണ്. അതിൽ നിന്നും നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് 1100 യൂണിറ്റ് ആണ് ട്രാൻസ്ഫർ ചെയ്തത്. ഫിഫോ മെത്തേഡ് ആവുമ്പോൾ ശ്രദ്ധിക്കുക, 1100 യൂണിറ്റ് ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തത്. അപ്പൊ ആദ്യം എന്തിന്റെ ഫിഫോ മെത്തേഡ് അനുസരിച്ചാകുമ്പോൾ ഓപ്പണിംഗ് WIP 200 യൂണിറ്റ് ട്രാൻസ്ഫർ ചെയ്യണം. ശേഷം ഈ വർഷം മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1050 യൂണിറ്റ് ആണ്. അതിൽ നിന്നും 900 യൂണിറ്റും ചെലവാക്കണം. അങ്ങനെ വരുമ്പോൾ 1100 യൂണിറ്റ് വരും. അപ്പൊ ഇനി ഇവിടെ ഉള്ള ബാക്കി 150 യൂണിറ്റ് എന്താവണം? ക്ലോസിംഗ് സ്റ്റോക്ക് ആവണം, അല്ലെങ്കിൽ നോർമൽ ലോസോ അബ്നോർമൽ ലോസോ മറ്റെന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും നോക്കണം. ഓക്കെ, ഇത്തരം കാൽക്കുലേഷൻസ് നല്ലപോലെ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യനിൽ തന്നു 150 യൂണിറ്റ് ആണ്. അതിൽ മെറ്റീരിയൽ 100% കംപ്ലീറ്റ് ആണ്. കാരണം മെറ്റീരിയൽ മുഴുവൻ ഇട്ടിട്ടുണ്ട്. ഇനി അതിൽ മെറ്റീരിയൽ എക്സ്ട്രാ ചെലവാക്കാനൊന്നുമില്ല. ലേബറും ഓവർഹെഡും 70% കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഈ വർഷം മെറ്റീരിയൽ ലേബർ എത്ര? 70% കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ബാക്കി 30% എവിടെ കംപ്ലീറ്റ് ആവും? അടുത്ത പ്രോസസ്സിൽ കംപ്ലീറ്റ് ആവും. അപ്പൊ ഈ പ്രോസസ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 70% കോസ്റ്റേ വരാൻ പാടുള്ളൂ. ഇനി മെറ്റീരിയലിന്റെ വാല്യൂ 3150 ഈ വർഷത്തെ മെറ്റീരിയൽ വാല്യൂ ആണ്. ലേബർ 4500, ഓവർഹെഡ് 2250. ഇത്രയാണ് നമ്മുടെ കണക്കുകൾ ഉള്ളത്. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വലന്റ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ്. ശ്രദ്ധിക്കുക, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എപ്പോഴും ഒരേപോലെ ഫോളോ ചെയ്യാം. ഓപ്പണിംഗ് WIP, ഇത് ഇൻപുട്ട് ഡാറ്റ, അതുപോലെ തന്നെ ഇൻപുട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഇൻപുട്ട് ഉണ്ട്, അതിന്റെ യൂണിറ്റ് ഉണ്ട്. ഔട്ട്പുട്ട് ഉണ്ട്, അതിന്റെ യൂണിറ്റ് ഉണ്ട്. മൂന്നാമത്തതിൽ നമ്മൾ ഈക്വലന്റ് യൂണിറ്റ് ആക്കുകയാണ്. ഓക്കെ, അപ്പൊ 3 കോളം പോലെ നമുക്ക് വ്യക്തമായി കാണണം. ഓക്കെ, ഓപ്പണിംഗ് WIP 200 യൂണിറ്റ് ഉണ്ട്. ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1050 യൂണിറ്റും ടോട്ടൽ 1250 യൂണിറ്റ് ഉണ്ട്. അതിൽ യൂണിറ്റ് ട്രാൻസ്ഫർ ചെയ്തത്, അതായത് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് യൂണിറ്റ് ട്രാൻസ്ഫർ ചെയ്തത് നമ്മൾ റെക്കോർഡ് ചെയ്യാണ്. എത്ര ട്രാൻസ്ഫർ ചെയ്തത്? 1100 ആണ്. അത് നേരത്തെ ഞാൻ വിശദീകരിച്ചു. ഇത് ശ്രദ്ധിക്കുക, ഫിഫോ മെത്തേഡ് ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഓപ്പണിംഗ് WIP എത്ര, ബാക്കി ഫിനിഷ്ഡ് ഔട്ട്പുട്ടിൽ സെപ്പറേറ്റ് ചെയ്യണം. എന്നാൽ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ആണ് എന്നുണ്ടെങ്കിൽ ഈ 1100 ഡയറക്റ്റ് ചെയ്താമായിരുന്നു. ഓക്കെ, ഫിഫോ മെത്തേഡിൽ അങ്ങനെ വെവ്വേറെ തന്നെ കാണിക്കണം. ഇവിടെ നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? 200 യൂണിറ്റ് കഴിഞ്ഞ വർഷത്തതും കറന്റ് ഇയറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് 900. ടോട്ടൽ 1100 വരണം. ആ രീതിയിലാണ് കാണേണ്ടത്. ഇനി നമ്മൾ ബാക്കി നോക്കുക. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നോർമൽ ലോസ് ഒന്നും ഇല്ലാത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾ കമന്റ് ചെയ്യുക. ഒരുപാട് ആളൊന്നും എന്തായാലും ഇത് കാണാനില്ല, എനിക്കറിയാം. 1-2 ആളുകളുടെ ഒരാളുടെ കമന്റ് കണ്ടിട്ടാണ് ഞാനിത്, എന്തായാലും ഒരാൾ ഉപകാരപ്പെടുന്നുണ്ടല്ലോ എന്ന രീതിയിലാണ് ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അന്ന് കമന്റ് ചെയ്തിരും. ഓക്കെ, നോർമൽ ലോസ് ക്വസ്റ്റ്യനിൽ തന്നില്ല, അബ്നോർമൽ ഗെയിനും ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. അതൊക്കെ നമുക്ക് അടുത്തടുത്ത ക്വസ്റ്റ്യനിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കയറി പോവാം. ഇപ്പോ നോർമൽ ലോസ് ഒന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. അപ്പൊ ക്ലോസിംഗ് WIP തന്നിട്ടുണ്ട് 150. അപ്പോ ഇവിടെ നോക്കുക, ഇൻപുട്ട് 1250 വന്നിട്ടുണ്ട്, ഔട്ട്പുട്ടും 1250 വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ഈക്വലന്റ് യൂണിറ്റ് ആക്കണം. എങ്ങനെ ആക്കണം? മെറ്റീരിയൽ എത്ര ഈക്വലന്റ് യൂണിറ്റ് വന്നിട്ടുണ്ട്, ലേബർ എത്ര ഈക്വലന്റ് യൂണിറ്റ് ഈ പ്രോസസ്സിൽ ചെയ്തിട്ടുണ്ട്, ഓവർഹെഡ് എത്ര ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഓപ്പണിംഗ് WIP മെറ്റീരിയൽ ഈ വർഷം ഒന്നും ചെയ്തിട്ടില്ല. കാരണം 100% കംപ്ലീറ്റ് ആയിരുന്നു, ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ ലേബർ ആൻഡ് ഓവർഹെഡ് കഴിഞ്ഞ വർഷം 40% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ വർഷം എത്ര ശതമാനമാണ് ചെയ്തത്? 60% ചെയ്തത്. അപ്പൊ 200 യൂണിറ്റിന്റെ 60% 120 നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്തു. ബാലൻസ് ആണ് എടുക്കേണ്ടത്, ബാലൻസ് ആയിട്ടുള്ള എമൗണ്ട് ആണ് എടുക്കേണ്ടത്. അല്ലാതെ 40% കംപ്ലീറ്റ് ആയാൽ അത് കഴിഞ്ഞ വർഷം കംപ്ലീറ്റ് ആയതാണ്. ഈ വർഷം ബാക്കി 60% ഈ വർഷം ചെയ്തത്. അത് നല്ലപോലെ മനസ്സിലാക്കുക കേട്ടോ. ഓപ്പണിംഗ് WIP അങ്ങനെയാണ് ചെയ്യാം, എന്നാൽ ക്ലോസിംഗ് WIP അങ്ങനെ ഉണ്ടാവില്ല. അത് നമുക്ക് വേറെ തന്നെ പറയാം. ഫിനിഷ്ഡ് ഔട്ട്പുട്ട്, അതായത് ഈ വർഷം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ള, ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് ഈ കാണിക്കുന്നത് ഫിനിഷ്ഡ് ഔട്ട്പുട്ടിൽ കേട്ടോ.
അത് ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഈ വർഷം തന്നെ കംപ്ലീറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് അത് 100% വരും. അതിൽ കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. കാരണം ഈ വർഷം ചെയ്തിട്ട് ഈ വർഷം തന്നെ കംപ്ലീറ്റ് ചെയ്തതല്ലേ. ഓക്കെ, ഫിനിഷ്ഡ് ഔട്ട്പുട്ട്. അപ്പോൾ അത് 900 ആണ്. നമ്മൾ 900 കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തു. നോർമൽ ലോസ് ഇല്ല. നോർമൽ ലോസ് ഉണ്ടെങ്കിലും ആ നമ്പർ ഇവിടെ ചെയ്ത നോർമൽ ലോസിന്റെ കോളം എല്ലാം 0 ആയിരിക്കണം. അബ്നോർമൽ ഗെയിന് വരികയാണെങ്കിൽ അവിടൊക്കെ 100% ആയിട്ടാണ് ചെയ്യേണ്ടത്. അതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കിയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ വീണ്ടും മനസ്സിലാക്കി ചെയ്യാം. ഇപ്പൊ അതിലൊന്നും നിങ്ങൾ കാണിക്കണ്ട. അതിന്റെയൊക്കെ ഡീറ്റെയിലും അതിന്റെ ലോജിക്കും ആ സമയത്ത് ഞാൻ പറയുന്നത്. ക്ലോസിംഗ് WIP എടുക്കുക. ക്ലോസിംഗ് WIP ഈ വർഷം നമ്മൾ കണക്കാക്കിയ ഈ വർഷത്തെ നമ്മുടെ ഡീറ്റെയിൽസ് ആണ്, ഈ വർഷത്തെ എമൗണ്ട് ആണ്. ഈ വർഷം നമ്മൾ ക്ലോസിംഗ് WIP 150 യൂണിറ്റ് ഉണ്ട്. അതിൽ മെറ്റീരിയൽ ഈ വർഷം നമ്മൾ 100% കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അതിന്റെ ഈക്വലന്റ് യൂണിറ്റ് 100 ആണ്. ഇവിടെ 70% ആണ്. കാരണം എന്താ, ഈ വർഷം 70%, ബാക്കി 30% അടുത്ത വർഷമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഈ വർഷത്തെ 70%, 150ന്റെ 70% ആയിട്ടുള്ള 105 നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇത്രയാണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്. ഇതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, മെറ്റീരിയലിന്റെ കോസ്റ്റ് കാണണമെങ്കിൽ അതിന് മുമ്പായിട്ട് മെറ്റീരിയലിന്റെ ഈക്വലന്റ് യൂണിറ്റ് എടുക്കുക. അതെങ്ങനെ, ഇവിടെ 900 ഉണ്ട്, ഇവിടെ 150 ഉണ്ട്. ടോട്ടൽ മെറ്റീരിയലിന്റെ ഈക്വലന്റ് യൂണിറ്റ് 1050 ആണ്. ലേബറിന്റെ ഈക്വലന്റ് യൂണിറ്റ് ഇതാ 1125 ആണ് ടോട്ടല്. അതേപോലെ തന്നെ ഓവർ ഹെഡിന്റെ ഈക്വലന്റ് യൂണിറ്റ് നമുക്ക് കിട്ടി 1125. ഇനി നമുക്ക് തന്നിട്ടുള്ള കോസ്റ്റിൽ നിന്നും ഈ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് മെറ്റീരിയലും ലേബറും ഓവർ ഹെഡും നമുക്ക് കിട്ടും. അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതാണ് കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് നമ്മൾ കാണുന്നത്. ശ്രദ്ധിക്കാം, മെറ്റീരിയലിന്റെ കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നു. ഈ വർഷം ചെയ്തത് എത്ര, ലേബർ ഈ വർഷം എത്ര വന്നത്, ഓവർ ഹെഡ് ഈ വർഷം എത്ര വന്നത്. ഈ വർഷത്തെ കോസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്തത്, 40% എടുക്കാത്ത 60 എടുത്തത്. കാരണം എന്താ, ഈ വർഷത്തത് 60% ഉള്ളൂ. അപ്പൊ ഈ വർഷത്തെ കോസ്റ്റിന് അതല്ലേ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ 3150നെ ഈക്വലന്റ് യൂണിറ്റ് ഓഫ് മെറ്റീരിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ ഒരു യൂണിറ്റിന് 3 എന്ന് കിട്ടി. ലേബർ 1125 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ 4 കിട്ടി. 2250നെ 1125 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ 2 കിട്ടി. അപ്പൊ കോസ്റ്റ് പെർ യൂണിറ്റ് എത്ര, 9 എന്ന് കിട്ടിയിട്ടുണ്ട്. കോസ്റ്റ് പെർ യൂണിറ്റ് 9 ആണ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈക്വലന്റ് യൂണിറ്റിന്റെ കോസ്റ്റ് ആണ് ഇപ്പൊ ഈ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്ന രീതിയിലേക്ക് പോവാണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് അപ്പോർഷൻമെന്റ് ഓഫ് കോസ്റ്റ്, അല്ലെങ്കിൽ ചിലവർ ഇത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷൻ എന്നും പറയാറുണ്ട്. നോക്കുക, ഓപ്പണിംഗ് WIPയുടെ കോസ്റ്റ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓപ്പണിംഗ് WIPയുടെ പ്രീവിയസ് ഇയർ കോസ്റ്റ് ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഈ വർഷത്തെ കണക്കിലൊന്നും വരാൻ പാടില്ല, സെപ്പറേറ്റ് മാറ്റി വെച്ചതാണ്. ഓക്കെ, ഇനി കറന്റ് ഇയറിലുള്ള ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കോസ്റ്റ് നോക്കുമ്പോൾ മെറ്റീരിയലിനൊന്നും നമ്മൾ ചെലവാക്കിയിട്ടില്ല, അതുകൊണ്ട് ഇവിടെ 0 ആണ്. ലേബർ 120 ഈക്വലന്റ് യൂണിറ്റ് ഉണ്ട്. 120 ഈക്വലന്റ് യൂണിറ്റ് ഉണ്ട്. എവിടുന്ന് കിട്ടിയേ, ഇതാ ഇവിടുന്ന് കിട്ടി. കണ്ടോ, 120 ഈക്വലന്റ് യൂണിറ്റ് ഉണ്ട്. ഇതവിടെ 120. ഇത് ഓരോന്നും നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങനെ ഇതേപോലെ എടുക്കാൻ കഴിയും കേട്ടോ. ഓക്കെ, നോക്കുക, ഈക്വലന്റ് യൂണിറ്റ് ലേബർ എത്ര ഉണ്ട്, ഈക്വലന്റ് യൂണിറ്റ് ലേബർ 120 ഉണ്ട്. ലേബറിന്റെ കോസ്റ്റ് 4 ആണ്. അപ്പൊ 480. ഈ കറന്റ് ഇയറിൽ ലേബറിന് 480 ചെലവാക്കി. ഓവർ ഹെഡിന് എത്ര ചെലവാക്കി, 120ഉം അതിന് 2 വെച്ചിട്ട് 240 ചെലവാക്കി. കറന്റ് ഇയറിൽ 720 ചെലവാക്കി. കറന്റ് ഇയറിലെ പ്രോസസ് കോസ്റ്റിൽ 720 ആണ് കോസ്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ. കഴിഞ്ഞ വർഷത്തെ 800 ഉണ്ട്. രണ്ടും കൂടെ കൂട്ടുമ്പം 1520 ഉണ്ട്. അത് നിങ്ങൾ അവിടെ വെക്കുക. പക്ഷെ ഈ വർഷത്തെ പ്രോസസ് കോസ്റ്റിൽ ഡെബിറ്റ് സൈഡിൽ വരുന്നത് ഈ വർഷം ചെലവാക്കിയതല്ലേ വരുള്ളൂ, മറ്റത് കഴിഞ്ഞ വർഷം വന്നിട്ടില്ലേ. അത് നിങ്ങൾ മനസ്സിലുണ്ടാവുക. ഓക്കെ, നമുക്ക് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അവിടെ പറയാം. യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡും ഇതുപോലെ തന്നെ 900, ലേബറിനും 900, ഓവർഹെഡും 900, കോസ്റ്റ് പെർ യൂണിറ്റ് ഓരോന്നും എടുക്കുക. മെറ്റീരിയലിന് 3, 4, 3 അത് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ വർഷത്തെ കോസ്റ്റ് മാത്രം 8100. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് ഇതേപോലെ തന്നെ ഈക്വലന്റ് യൂണിറ്റ് ആദ്യം നമ്മൾ കണ്ടെത്തിയത് എടുക്കുക, എന്നിട്ട് കോസ്റ്റ് പെർ യൂണിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ കിട്ടി. ഇത് കഴിഞ്ഞാൽ നമുക്ക് പ്രോസസ് അക്കൗണ്ടിലേക്ക് പോകാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കാം, ഓപ്പണിംഗ് WIP 200 യൂണിറ്റ് ആണ്. ഓപ്പണിംഗ് WIP 200 യൂണിറ്റ് ആണ്. അതിന്റെ ആദ്യത്തെ 800 ഇവിടെ കൊടുത്തു.
ബാക്കി യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1050 യൂണിറ്റ് ആണ്. യൂണിറ്റിന്റെ സെപ്പറേറ്റ് കൊടുക്കുന്നില്ല. മെറ്റീരിയലിന്റെ വാല്യൂ തന്നു, ലേബർ തന്നു, ഇത് തന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ഈ 3 കോസ്റ്റും കൂടെ കൂടിയ WIPന്റെ വാല്യൂ എവിടെ ഉണ്ട്? ഇതിലുണ്ട്. കാരണം എന്താ, നമ്മൾ ഈ 3,150 ഈ ഓരോന്നും ഡിവൈഡ് ചെയ്ത് കോസ്റ്റ് പെർ യൂണിറ്റിക്ക് മിക്സ് ചെയ്ത് വെച്ചതാ. അപ്പൊ ഈ 3ഉം സെപ്പറേറ്റ് ഇതിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ഈ 720ഉം 8,100 ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നോക്ക്. ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കൂ. 720ഉം 8,100ഉം കൂട്ടി എത്ര വരിക? ആ എമൗണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇത് കൂട്ടിയാലും കിട്ടും, ഈ എമൗണ്ട് കൂട്ടിയാലും എന്ത് ചെയ്യും, വന്നിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയുമ്പോഴുള്ള കോസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് യൂണിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരണം എന്നുള്ളത് നല്ല പോലെ ആലോചിക്കുക. അവിടെയാണ് ഞാൻ പറയുന്ന ഒരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്. 8,100 നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ചെയ്ത കോസ്റ്റ് അല്ലേ, അത് വേണം. 720 ഈ വർഷം ചെയ്ത കോസ്റ്റ് അല്ലേ, അത് വേണം. കഴിഞ്ഞ വർഷത്തെ ഈ 800ഉം കൂടെ വരണം. ഒന്നും കൂടെ വ്യക്തമായി പറഞ്ഞാല് നമ്മുടെ ഈ കോസ്റ്റുകൾ ഇവിടെ വന്ന 800 എടുക്കണം. അതുപോലെ തന്നെ ഈ കോസ്റ്റുകളിൽ നമുക്ക് യൂണിറ്റ് ട്രാൻസ്ഫർ ചെയ്തതിലേക്ക് എത്രയാണോ വന്നത് അത് എടുക്കണം. വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, ഈ എമൗണ്ട് വരരുത്. അല്ലാത്ത ഈ എമൗണ്ട് മൂന്നും എന്താണ്, യൂണിറ്റ് ട്രാൻസ്ഫർ ചെയ്ത കോസ്റ്റാ. അപ്പൊ ഒരു ഡൗട്ട് ഉണ്ട്, എന്താ ഓപ്പണിംഗ് WIPന്റെ കോസ്റ്റ് 800 എന്തിനാ എടുക്കണമെന്നുള്ള ഡൗട്ട് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഓപ്പണിംഗ് WIPന്റെ കോസ്റ്റ് ഓൾറെഡി നമ്മൾ എടുക്കണം. കാരണം എന്താ, യൂണിറ്റ് ട്രാൻസ്ഫേർഡ് എന്ന് പറയുമ്പോൾ 720 മാത്രമേ യൂണിറ്റ് ട്രാൻസ്ഫറിന്റെ കോസ്റ്റിൽ വരുള്ളൂ. അതുപോലെ തന്നെ ഈ വർഷം ചെയ്തിട്ടുള്ള 8,100 മാത്രമേ വരുള്ളൂ. യൂണിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ മാസം നമ്മൾ ചെലവാക്കി 800ഉം കൂടെ അതിന്റെ ഭാഗമാണ്. അപ്പൊ അതും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ ഇങ്ങോട്ട് 9,620 എടുക്കേണ്ടത്. ഓക്കെ, പിന്നെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി 150 യൂണിറ്റിന്റെ 1,080 നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, അതെടുത്ത് എഴുതാം. ഏറ്റവും ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഓപ്പണിംഗ് WIP 800 തന്നെ എഴുതുക. ബാക്കി നിങ്ങൾക്ക് മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് ക്വസ്റ്റ്യനിൽ തന്ന ഡാറ്റ സെപ്പറേറ്റ് ഓരോന്നും സെപ്പറേറ്റ് എഴുതുക. നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയുമ്പം 8,100 യൂണിറ്റ് ട്രാൻസ്ഫർ ചെയ്ത 900 യൂണിറ്റിൻ്റെതും ഓപ്പണിംഗ് WIPയിൽ കറന്റ് ഇതിൽ വന്നിട്ടുള്ള 720ഉം പ്രീവിയസ് ഇയറിലുള്ള 800ഉം, പ്രീവിയസ് ഇയർ ആണെങ്കിൽ ഇയർ അല്ലെങ്കിൽ മന്ത് ആണെങ്കിൽ മന്ത്, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള സംഖ്യയാണ് ഇവിടെ എഴുതേണ്ടത്. അതെന്തുകൊണ്ടാ, ഇതെല്ലാം കൂടെ കൂടിയതാണ് നമ്മൾ 1,100 യൂണിറ്റ് ട്രാൻസ്ഫർ ചെയ്തതിന്റെ കോസ്റ്റ്. അതിൽ ഓപ്പണിംഗ് WIPന്റെ കോസ്റ്റ് എടുക്കൂല എന്ന് പറഞ്ഞാൽ അത് ബോധമില്ലാത്ത പരിപാടിയല്ലേ. ഓക്കെ, അതും കൂടെ ചേർക്കുമ്പോഴല്ലേ 1,100ന്റെ ഫുൾ കോസ്റ്റ് വരിക. ഓക്കെ, അതാണ് പറഞ്ഞു വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. പ്രോസസ് അക്കൗണ്ട് കംപ്ലീറ്റ് ആയി, വളരെ സിമ്പിൾ ആയിട്ട് കംപ്ലീറ്റ് ആയി. നിങ്ങൾ നല്ലപോലെ നോക്കുക, എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ പറയാ. ഇതിൽ ഇനി നമുക്ക് നോർമൽ ലോസും അബ്നോർമൽ ഗെയിനും ഒക്കെ വരുന്ന വെറൈറ്റി ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഫിഫോ മെത്തേഡ്, അതേപോലെ തന്നെ വെയ്റ്റഡ് ആവറേജും ചെയ്യാനുണ്ട്. ഫിഫോ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വെയ്റ്റഡ് ആവറേജുമേ നിങ്ങൾ വലിയ റിസ്ക് എടുക്കേണ്ടി വരൂല. ഓക്കെ, അപ്പൊ തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്കറിയാം ഒരുപാട് ആളുകളൊന്നും ഇതിനില്ല, പിന്നെ ഒരാളാണെങ്കിലും അയാൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം വീഡിയോസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, എനിവേ താങ്ക് യു.